സമയവും സന്ദർഭവും അനുസരിച്ച് സ്ഥാനാർത്ഥികളിൽ മാറ്റം വരുത്തേണ്ടി വരുമെന്ന് തൃശൂർ എം പി ടി എൻ പ്രതാപൻ പറഞ്ഞു. പ്രചരണ രംഗത്ത് ഏറെ മുന്നേറാൻ കഴിഞ്ഞു. കോൺഗ്രസ് സ്ക്രീനിംഗ് കമ്മിറ്റി യോഗത്തിന് ശേഷം സ്ഥാനാർത്ഥി ആരാണെന്ന് അറിയാം. കെ മുരളീധരൻ സ്ഥാനാർത്ഥിയായി എത്തിയാൽ വിജയം ഉറപ്പാണ്. വടക്കേ ഇന്ത്യയിലെ BJPയുടെ പരിപ്പും പയറും ഇവിടെ വേവില്ലെന്നും ടി എൻ പ്രതാപൻ പറഞ്ഞു. ഡൽഹിയിൽ നിന്ന് ഇപ്പോൾ വരുന്ന ഡൽഹിയിൽ നിന്നുള്ള മാധ്യമങ്ങളുടെ സ്വന്തം വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ സ്ക്രീനിംഗ് കമ്മിറ്റി ഇന്നലെ രാത്രി കഴിഞ്ഞു. ഇന്ന് രാവിലെ 10 മണിക്ക് വീണ്ടും സ്ക്രീനിംഗ് കമ്മിറ്റി ഉണ്ട്. 10 മണിക്ക് ശേഷം സ്ക്രീനിംഗ് കമ്മിറ്റി കഴിഞ്ഞാൽ ഔദ്യോഗികമായ പ്രഖ്യാപനം വരും. പ്രഖ്യാപനം വരുമ്പോൾ ആരാണ് പാർട്ടി സ്ഥാനാർത്ഥികളെന്നറിയാം. ഇപ്പോൾ അത് പാർട്ടി അന്തിമമായി തീരുമാനമെടുക്കുമ്പോൾ രാഷ്ട്രീയത്തിൽ സമയത്തിനാണ് പ്രത്യേകത. സമയത്തിന് നമുക്ക് തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. ചില സന്ദർഭത്തിന് പ്രത്യേകത ഉണ്ട്. ചില സന്ദർഭത്തിലെ സാഹചര്യങ്ങൾക്ക് പ്രത്യേകതകളുണ്ട്. പ്രസന്റ് ഇഷ്യൂവിനെ എങ്ങനെയാണ് അഡ്രസ്സ് ചെയ്യുന്നതാണ് ഒരു പൊതുപ്രവർത്തകൻ്റെ ഏറ്റവും വലിയ ബുദ്ധി. ഒരു പൊതുപ്രവർത്തകന്റെ മൈൻഡ് സെറ്റ് എപ്പോഴും പ്രസൻസ് ഓഫ് മൈൻഡ് സെറ്റ് ആയിരിക്കണം. കോൺഗ്രസിനെ ചതിച്ച്, കോൺഗ്രസിനെ വഞ്ചിച്ച്, സ്വന്തം അച്ഛനെ ചതിച്ച് ജീവനാക്കി കൊണ്ടുവന്ന പാർട്ടിയെ വഞ്ചിച്ചു പോയ പത്മജയെ പോലുള്ള ആളുകൾക്ക് അടി കൊടുക്കണം. ആ പത്മജനെ കുതിര കച്ചവടം നടത്തിയ BJPക്ക് അസലും മോതിരക്കൈ കൊണ്ട് അടി കൊടുക്കണം. ആ അടി കൊടുക്കുമ്പോണ്ടല്ലോ കഴിഞ്ഞ തവണ കൊടുത്തതിനേക്കാളും വലിയ അടി കൊടുക്കണം. ആ അടി കൊടുക്കലാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഞങ്ങൾക്ക് ഏറ്റവും വലിയ ശത്രു BJP മാർഗദർശനമാണ്. അവർ ഞങ്ങൾ തൃശ്ശൂർ പച്ച തൊടിപ്പിക്കില്ല. എന്ത് കുതന്ത്രം കാണിക്കാൻ വേണ്ടി വന്നാലും ആ കച്ചവടമൊക്കെ ഡൽഹിയിൽ വടക്കേ ഇന്ത്യയിൽ എവിടെയെങ്കിലും കൊണ്ടുപോയി നോക്കാൻ വേണ്ടി വന്നാൽ ആ പരിപ്പും പയറും അരിയും കൊണ്ട് നിങ്ങൾ വരണ്ട. അത് കൊടുക്കും. ഞങ്ങൾ മോതിരക്കൈ കൊണ്ട് അടി കൊടുക്കും. തിയോഫിൻ, ടി എൻ പ്രതാപൻ്റെ വാക്കുകൾ കേൾക്കുന്നുണ്ടായിരിക്കും. വൈകാരികമായാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണം. BJPക്കെതിരായിട്ട് ആണ് പറയുന്നതെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ തൻ്റെ സ്ഥാനാർത്ഥിത്വം പോയതിനെ സംബന്ധിച്ചുള്ള വേവ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു വേദന കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്താണ് ടി എൻ പ്രതാപൻ്റെ വാക്കുകളിൽ നിന്ന് തിയോഫിന് മനസ്സിലാകുന്നത്? തീർച്ചയായും ഷമി, നമ്മൾ രാവിലെ അദ്ദേഹത്തെ കണ്ടപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ വളരെ സ്ഥാനാർത്ഥിത്വം, മുരളീധരൻ്റെ സ്ഥാനാർത്ഥിത്വം കോൺഗ്രസിന് ഗുണകരമാണ് എന്ന് അദ്ദേഹം പ്രതികരിക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ ഒരു ബോഡി ലാംഗ്വേജ് അനുസരിച്ച് അതിൻ്റെ വിഷമം, ഈ സ്ഥാനാർത്ഥിത്വം നഷ്ടമായതിൻ്റെ വിഷമം നമുക്കത് വ്യക്തമായി അദ്ദേഹത്തിൻ്റെ വാക്കുകളിലും ശരീരഭാഷയിലും അത് തിരിച്ചറിയാൻ കഴിയും. അതിനൊരു കാരണം കൂടിയുണ്ട്. ആദ്യഘട്ടത്തിൽ തൃശ്ശൂരിലെ ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിക്കാനില്ല എന്നായിരുന്നു പ്രതാപൻ്റെ ഒരു ഭാഷ്യം. എന്നാൽ സിറ്റിംഗ് എംപിമാർ മത്സരിക്കണമെന്ന് ആവശ്യപ്പെട്ടതോടു കൂടിയാണ് മത്സരിക്കാൻ അദ്ദേഹം തയ്യാറാകുന്നതും അതിനുവേണ്ട ശ്രമങ്ങൾ തുടങ്ങുന്നതും. തുടർന്ന് വേണോ വേണ്ടേ എന്ന ഒരു സംശയത്തിൽ നിൽക്കുന്നതിനിടയിലാണ് വീണ്ടും ഒന്നുകൂടി നിർബന്ധപൂർവ്വം സിറ്റിംഗ് എംപിമാർ മത്സരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ആ ഒരു സാഹചര്യത്തിലാണ് തോൽക്കുമോ എന്ന ഭയം ഉണ്ടായിട്ട് കൂടി പ്രതാപൻ മത്സരിക്കാനായി തയ്യാറാകുന്നതും അതിനുവേണ്ടി രംഗത്തിറങ്ങുന്നതും. ഇതിനായുള്ള തുടക്കത്തിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നിട്ടില്ലെങ്കിൽ പോലും ഇതിനു വേണ്ട ചുവരെഴുത്തുകൾ പൂർത്തിയാക്കി, പോസ്റ്റർ അച്ചടി പൂർത്തിയാക്കി. 3.5 ലക്ഷത്തിലധികം പോസ്റ്ററുകൾ കഴിഞ്ഞ ദിവസം അച്ചടിച്ച് ഇവിടെ എത്തിയിട്ടുണ്ട്. പോസ്റ്ററുകൾ പ്രചാരണം നടന്നുകൊണ്ടിരിക്കുന്നു. ഒരുവിധം തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിലെ പ്രധാന സ്ഥലങ്ങളിലെല്ലാം, പ്രത്യേകിച്ച് കോൺഗ്രസിന് സ്വാധീനമുള്ള മേഖലകളിലെല്ലാം പോസ്റ്റർ ഒട്ടിച്ചു കഴിഞ്ഞു. എല്ലായിടത്തും ചുവരെഴുത്തുകളും ഏറെക്കുറെ പൂർത്തിയാക്കി കഴിഞ്ഞു. ഈ സാഹചര്യത്തിലാണ് പെട്ടെന്ന് ടി എൻ പ്രതാപന് പിന്മാറേണ്ടി വരുന്നത്. ഇതിനിടെ മറ്റൊരു കാര്യം കൂടി സൂചിപ്പിക്കേണ്ടതുണ്ട്. ഒരു സ്നേഹ സന്ദേശ യാത്ര കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പ്രതാപൻ തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിലെ എല്ലാ നിയമസഭാ മണ്ഡലങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് നടത്തി കഴിഞ്ഞു. ആ യാത്രയും ഈ കഴിഞ്ഞ 5-ാം തീയതി പൂർത്തിയായതാണ്. ആ രീതിയിൽ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിയുള്ള ഒരു പ്രവർത്തനം നടത്തി വെച്ചിരിക്കുന്ന സമയത്താണ് തൻ്റെ സ്ഥാനാർത്ഥിത്വം നഷ്ടപ്പെടുന്നത്. അതിൻ്റെ ഒരു വിഷമ പ്രതാപനുണ്ട്. ഇത് മാത്രമല്ല, കോൺഗ്രസിനെ സംബന്ധിച്ച്, തൃശ്ശൂർ ജില്ലയിലെ കോൺഗ്രസിനെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ കോൺഗ്രസ് അണികളെല്ലാം പ്രതാപനെ പ്രതീക്ഷിച്ചിരിക്കുന്നു. പ്രതാപൻ തന്നെയാണ് സ്ഥാനാർത്ഥി എന്ന് ഉറപ്പിച്ച് പ്രവർത്തനം തുടങ്ങിയിരിക്കുന്നു. ആ രീതിയിൽ അവരുടെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നു. ഇതിൽ ഇനി പാർട്ടി നേരിടുന്ന ഒരു പ്രതിസന്ധി, പുതിയൊരു സ്ഥാനാർത്ഥി വരുമ്പോൾ ഈ പറഞ്ഞ ചുവരെഴുത്തുകളെല്ലാം മായ്ക്കേണ്ടി വരും. എല്ലാ പുതിയ പോസ്റ്ററുകൾ അച്ചടിക്കേണ്ടി വരും. ഇതിന് കോൺഗ്രസിലെ അണികൾ പ്രവർത്തിക്കേണ്ടി വരുന്ന, അല്ലെങ്കിൽ അവരുടെ പരിശ്രമം ഇരട്ടിയാണ്. ഈ ചെയ്തതൊന്നും, ഇതുവരെ ചെയ്തതെല്ലാം വെറുതെയായി. ഇനിയെല്ലാം ആദ്യം മുതൽ തന്നെ ഇനി വീണ്ടും ചെയ്യേണ്ടി വരുന്നു. അതിലുള്ളൊരു അമർഷം അണികൾക്കിടയിലുണ്ട്. ഈ ഒരു പ്രതിഷേധം അണികൾ ഈ കഴിഞ്ഞ ദിവസം തന്നെ, അല്ലെങ്കിൽ ഇത്തരമൊരു സൂചന വന്നപ്പോൾ തന്നെ പറഞ്ഞിരുന്നു. അത് ജില്ലയിലെ കോൺഗ്രസ് നേതൃത്വം സംസ്ഥാന നേതൃത്വത്തിനുള്ള ഒരു സൂചന നൽകിയിട്ടുണ്ട്.